ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പം നമുക്ക് കാറ്റത്തെ കിളിക്കൂട്ടിലെ നിധിയുടെയും സുധീഷിൻ്റെയും നാളത്തെ നല്ലൊരു കഥ കേൾക്കാം. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. അങ്ങനെ നീതു നേരെ സുഭാഷിൻ്റെ വീട്ടിലോട്ട് വരികയാണ്. അവിടെ വന്നിട്ട് സുഭാഷിനോട് പറയുന്നുണ്ട്, സുഭാഷ് ചേട്ടാ, ഹരീഷ് എന്നോട് സുഭാഷ് ചേട്ടനെ വിവാഹം കഴിക്കുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ സംസാരിച്ചെന്ന് പറയും. ഞാൻ അവനെ അല്ലേ സ്നേഹിക്കുന്നതും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നതും, എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത്? എനിക്ക് നല്ല വിഷമമായിപ്പോയി സുഭാഷ് ചേട്ടാ, ഇനി ഞാൻ അവരോട് സംസാരിക്കത്തില്ല എന്നൊക്കെ വിഷമിച്ച് സുഭാഷിനോട് ഒന്ന് പരാതി പറയും. ഇതൊക്കെ കേൾക്കുമ്പം നികേഷും സുധീഷും കൂടി പറയും, നീതു അത് ഹരീഷ് നിന്നോട് തമാശ പറഞ്ഞതാണ്, അവൻ അങ്ങനെ സംസാരിക്കാൻ അറിയത്തുള്ളൂ, അവൻ കാര്യമായിട്ടൊന്നും പറഞ്ഞതായിരിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഇവർ കളിയാക്കി അങ്ങ് ചിരിക്കുകയാണ്. അപ്പം നീതു പറയും, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം അനിയനെ സപ്പോർട്ട് ചെയ്യത്തില്ലുള്ളൂ, അവൻ എന്ത് തെറ്റ് ചെയ്താലും നിങ്ങൾ അവനെ അനുകൂലിച്ചിട്ട് സംസാരിക്കത്തുള്ളൂ, അവൻ കാര്യമായിട്ട് തന്നെ പറഞ്ഞത്, എന്നോട് അങ്ങനെ തന്നെ അവൻ സംസാരിച്ചെന്നൊക്കെ പറഞ്ഞ് നീതു ദേഷ്യപ്പെട്ടങ്ങ് പോവുകയാണ്. അതിനുശേഷം ഹരീഷ് വരാനായിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഹരീഷ് വന്നു കഴിയുമ്പോൾ ഹരീഷിനോട് ചോദിക്കും, നിന്നെ കാണാൻ നീതു വന്നിരുന്നോ എന്ന് ചോദിക്കും. വർക്ക്ഷോപ്പിൽ വന്നിരുന്നു, നീ എന്താണ് ആ കുട്ടിയോട് പറഞ്ഞതെന്ന് ചോദിക്കും. അപ്പോൾ ഹരീഷൊന്നും മിണ്ടത്തില്ല. എടാ, നിനക്ക് ഇത്രയും ബോധമില്ല, ആ പെൺകുട്ടി നിന്നെ ഇല്ലേ കൂടുതൽ സ്നേഹിക്കുന്നത്, നീയാണോ എനിക്ക് വേണ്ടി ആ കുട്ടി വിവാഹം ആലോചിക്കുന്നത്? ഞങ്ങൾ തമ്മിലുള്ള പ്രായ വ്യത്യാസമെങ്കിലും നീ ഓർക്കണ്ടായിരുന്നോ? ആ കുട്ടിക്ക് അത് വിഷമമായിരുന്നു നിനക്കറിയാവോ? നിനക്കെന്താ പെൺകുട്ടിയോട് സംസാരിക്കാൻ അറിയത്തില്ലയോ എന്നൊക്കെ പറയും. അപ്പോൾ സുധീഷ് പറയും, അതെങ്ങനെ സുഭാഷ് ചേട്ടാ, ഇവന് പെൺപിള്ളേരുടെ മനസ്സറിയാനും പെൺപിള്ളേരോട് സംസാരിച്ചാൽ വല്ല പരിചയമുണ്ടോ? അപ്പോൾ നികേഷ് അത് ശരിയാണ്, അത് ഏറ്റവും കൂടുതൽ പരിചയം സുധീഷ് ചേട്ടനാണെന്ന് പറയും. അപ്പോഴത്തേക്ക് നിധി ഇങ്ങനെ നോക്കും, പിന്നെ സുധീഷ് ഒന്നും വിട്ടത്തില്ല. അപ്പോഴും പറയും, കഴിഞ്ഞത് കഴിഞ്ഞ്, ഇനി മേലല്ല ആ പെൺകുട്ടിയോട് ഇങ്ങനെയൊന്നും സംസാരിക്കരുത്, കുട്ടിക്ക് നല്ല വിഷമമുണ്ട്, അതുകൊണ്ട് അവിടെ ഇവിടെ വന്ന് പരാതി പറഞ്ഞെന്നൊക്കെ പറയും. അപ്പോഴത്തേക്ക് ഹരീഷൊന്നും മിണ്ടത്തില്ല. അപ്പോഴത്തേക്ക് ഇവരുടെ കളിയാക്കലെ കാണുമ്പോൾ നിധിക്കങ്ങ് ദേഷ്യം കയറി ഒരു നിധി സുധീഷിനെയും നികേഷിനെയും നോക്കിയാണ്. നിധി ഹരീഷിനെ എടുത്ത് എന്നിട്ട് പറയും, ഹരീഷ്, നീതുവിന് ഹരീഷിനെ വിവാഹം കഴിക്കാൻ വലിയ ഇഷ്ടമാണ്. ആ ഒരു സാഹചര്യത്തിൽ ഹരീഷ് ഒരു കാരണവശാലും സുഭാഷ് ചേട്ടന് വേണ്ടി നീതുവിനെ വിവാഹം ആലോചിക്കരുതായിരുന്നു. ആ കുട്ടിയുടെ മനസ്സെങ്കിലും ഹരീഷ് കാണണ്ടായിരുന്നു. ഹരീഷ് ചെയ്ത തെറ്റനാണ്, അവളെ കാണുമ്പോൾ അവളോടൊരു ക്ഷമ പറയണമെന്ന് പറയും. അത് കേട്ടത് ഞാൻ സുഭാഷ് ചേട്ടൻ്റെ കല്യാണം നടക്കാത്തതുകൊണ്ട്, ശരിയാണ്, സുഭാഷ് ചേട്ടന് വിവാഹം നടക്കാത്തതിൻ്റെ വിഷമം കൊണ്ടാണ് ഹരീഷ് അങ്ങനെ പറഞ്ഞതെന്നറിയാം. ഹരീഷിൻ്റെ മനസ്സ് നല്ലതായിരിക്കും, പക്ഷേ ആ കുട്ടിയുടെ മനസ്സും കൂടി നമ്മൾ കാണണ്ടേന്ന് ചോദിക്കും. ശരിയായിട്ട് ഞാൻ അവളെ കാണുമ്പം ക്ഷമ പറയാമെന്ന് പറയും. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ നീതുവിൻ്റെ വീട്ടിനടുത്ത് ഹരീഷ് വന്ന് നിൽക്കുകയാണ്. പതിവില്ലാതെ നീതുവിൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ ഹരീഷിനെ കാണുന്നതും സുധീഷ് മുമ്പോട്ട് വന്ന് ചോദിക്കും, നീ എന്താ പതിവില്ലാതെ ഇവിടെ നിൽക്കുന്നത്? അത് എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ നിൽക്കുകയെന്ന് പറയും. ഫ്രണ്ടിനെ കാണാനോ? ഇത് നീതുവിൻ്റെ വീടല്ലേ? അന്ന് വെച്ച് എനിക്ക് എൻ്റെ ഫ്രണ്ടിനെ കണ്ടുകൂടായെന്ന് ചോദിക്കും. അത് ഏത് ഫ്രണ്ടാണ്? അത് തനിക്കറിയത്തില്ല. ഞാനറിയാത്ത ഏത് ഫ്രണ്ടാണ് നിനക്ക്? തനിക്കറിയത്തില്ലെന്നല്ലേ പറഞ്ഞു, താനൊന്ന് പോയേ, ഞാൻ ഒരാളെ സ്വസ്ഥമായിട്ട് കാണാനും സമ്മതിക്കത്തില്ലെന്ന് പറയും. സുധീഷിന് മനസ്സിലാവും നീതുവിനെ കാണാനാണ്. അങ്ങനെ സുധീഷ് പോകത്തില്ല. സുധീഷ് അവിടെ ഒരിടത്ത് പാത്ത് നിൽക്കും. എന്നിട്ട് ഹരീഷ് ആരെ കാണുന്നതെന്ന് ഇങ്ങനെ അറിയാൻ വേണ്ടി കുറച്ച് കഴിയുമ്പോൾ നീതു അകത്ത് വേസ്റ്റ് എല്ലാം കൂടി തൂത്തുകൊണ്ട് പുറത്തിട്ട് തീ എത്തിക്കാനായിട്ട് വരുമ്പോഴത്തേക്ക് ഹരീഷ് അവിടെ നിൽക്കും. നീതുവിനെ കാണുന്നത് ഹരീഷ് വിളിക്കും, നീതു എന്താ നീ ഇവിടെ? ഇനി ഇവിടെ വന്നും കല്യാണം ആലോചിക്കാനായിരിക്കും. നീതു എന്നോട് ക്ഷമിക്കും, നീതു ഒരു അബദ്ധം പറ്റിപ്പോയതാണ്, ഞാൻ നിന്നോട് അങ്ങനെയൊന്നും പറയരുതായിരുന്നു. ഉടനെ നീതു പറയും, നീ എന്താ കരുതിയത്? നിന്നോട് ഇഷ്ടക്കൂടുകൊണ്ട് നീ പറയുന്ന ആരെയും ഞാൻ കല്യാണം കഴിക്കുന്നു? എടാ, എനിക്ക് നിന്നോടുള്ള സ്നേഹം കൊണ്ട് നീ എന്നെ എത്ര അവഗണിച്ചിട്ട് ഞാൻ പിന്നെയും വരുന്നത്. നീയാണോ എന്നോട് നിൻ്റെ ചേട്ടനെ വിവാഹം കഴിക്കാൻ പറഞ്ഞത്? നിനക്ക് എങ്ങനെ തോന്നിയിട്ട് എൻ്റെ മുഖത്തൊക്കെ ഇങ്ങനെ പറയാം? ഇനി മേലെ ഞാൻ നിൻ്റെ വർക്ക്ഷോപ്പിൽ വരുത്തുമില്ല, നിന്നെ കാണാനും സംസാരിക്കാനും ശ്രമിക്കത്തില്ലെന്ന് പറയും. നീതു എന്നോട് ക്ഷമിക്കും നീതു എന്ന് പറയും. അപ്പോൾ കയ്യിൽ നിന്ന് പേപ്പറും വേസ്റ്റെല്ലാം എടുത്ത് അവൻ്റെ തലവഴിയിലും ഇട്ട് കൊടുക്കും. അപ്പോഴത്തേക്ക് ഇതിനൊക്കെ ദേഷ്യം നീതു അങ്ങ് പോവും. അപ്പോഴത്തേക്ക് സുധീഷ് ഇങ്ങോട്ടുണ്ടെങ്കിൽ, ഇതാണല്ലേ നീ പറഞ്ഞ ഫ്രണ്ട്? അപ്പോഴേ, എടാ, നാണമില്ലടാ വെറുതെ, ഒരു പെൺകുട്ടി ക്ഷമ പറയാനും അറിയത്തില്ല, താനൊന്ന് പോയേ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കൊണ്ടൊരു ശല്യമായല്ലോ എന്ന് പറഞ്ഞ് ഹരീഷിനൊക്കെ ദേഷ്യം വരും. അങ്ങനെ ഹരീഷും എങ്കിൽ ഇനി നമുക്ക് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടി വീട്ടിലോട്ട് വരും. അപ്പോൾ ഇവരെ രണ്ടുപേരും ഒരുമിച്ച് കാണുന്ന സുഭാഷ് ചോദിക്കും, ഇതെന്താ പതിവില്ലാതെ രണ്ടുപേരും കൂടി മുഖത്തോട്ട് മുഖം നോക്കി അടികൂടുന്നവരാണല്ലോ, ഇന്ന് ഒരുമിച്ചാണല്ലോ എന്ന് ചോദിക്കും. അത് പിന്നെ സുധീഷ് ചേട്ടാ, ഞാനേ വന്നപ്പം ഇവനെ കൂടി കണ്ട് അങ്ങനെ വിളിച്ചോണ്ട് വന്നതാന്ന് പറയും. ശരി, അല്ല ഇവിടെ വേറെ ആരുമില്ലേ? നിധി എവിടെ?
ആ നിധി നികേഷും കൂടി പുറത്തോട്ട് പോയെന്ന് പറയും. പുറത്തോട്ടോ ഈ സമയത്തോ? എന്തിനാ സുഭാഷ് ചേട്ടാ അവരെ തനിച്ച് പുറത്ത് വിട്ടത്? എടാ ഞാൻ പോകാൻ പറഞ്ഞതല്ല, നിധിക്ക് ഒരു ആവശ്യമുണ്ടെന്ന് പറഞ്ഞു നികേഷോട്ട് പോയതാന്ന് പറയും. എന്നാലും അങ്ങനെ വിടണ്ടായിരുന്നു, എന്നോടെങ്കിലും ഒന്ന് പറയണ്ടായിരുന്നു ചോദിക്കും. അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കാണ് നിധിയും നികേഷും കൂടി അങ്ങോട്ട് വരുന്നത്. കയ്യിൽ ഒരു കവറൊക്കെ ഇരിപ്പുണ്ട്. അപ്പം സുധീഷ് ഒന്ന് ചോദിക്കും, എവിടെ പോയതാണ് നിധി? എൻ്റെ അടുത്ത് പറഞ്ഞെങ്കിൽ ഞാൻ കൊണ്ടുപോകത്തില്ലായിരുന്നു. ഓ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അല്ല എവിടെയെങ്കിലും പോകുന്നെങ്കിൽ എന്നോടൊന്നും പറയണ്ടേ, അതിൻ്റെ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല എന്നൊക്കെ പറയും. അപ്പോഴേക്കും സുധീഷിന് തിരിച്ചൊന്നും പറയാൻ തോന്നത്തില്ല. അപ്പോൾ കയ്യിരുന്നപ്പോൾ ഹരീഷ് ചോദിക്കും, ഇതെന്താ എടുത്ത് കയ്യിലൊരു പാക്കറ്റൊക്കെ? അതോ സുഭാഷ് ചേട്ടാ ഇതാണ് ഇഞ്ചക്ഷൻ കുക്കറാന്ന് പറയും. ഇഞ്ചക്ഷൻ കുക്കറോ? ഇത് കറണ്ട് അടുപ്പെന്ന് പറയും. അന്ന് ഇടയ്ക്കൊരു ദിവസം വീട്ടിൽ ഗ്യാസ് തീർന്നു പോയപ്പോൾ നമ്മൾ വിറകടുപ്പ് കത്തിച്ചല്ലായിരുന്നു പുറത്ത്. അത് വിറകൊന്നും വേണ്ട, ഇത് കറണ്ടിനകത്ത് കത്തിക്കുന്ന അടുപ്പാന്നൊക്കെ പറഞ്ഞ്. അപ്പോഴത്തേക്ക് സുഭാഷിന് വളരെ മനസ്സിലാവത്തില്ല. അപ്പം സുധീഷ് പറയും, ഇതെങ്ങാനും ചേട്ടനും പറഞ്ഞാൽ മനസ്സിലാവുമോ എന്ന് പറയും. മനസ്സിലാവത്തില്ലെങ്കിലാണ് പറഞ്ഞു കൊടുക്കുന്നതെന്ന്. അപ്പോഴത്തേക്ക് എല്ലാം നിധി കാണിച്ചു കൊടുക്കും. ഇനി ഇതിനകത്ത് വെക്കുന്ന കുറച്ച് പാത്രങ്ങൾ വേണം. അയ്യോ പാത്രങ്ങൾ മേടിക്കാൻ അങ്ങ് മറന്നുപോയി. കുഴപ്പമില്ല, നമുക്ക് നാളെ പോയി മേടിക്കാം. ഇപ്പോൾ തൽക്കാലം ഇതിൽ വെക്കാൻ പറ്റിയ കുറച്ച് പാത്രങ്ങൾ വേണമെന്ന് പറയും. അങ്ങനെ വേറെ ഒരു പരന്ന പാത്രം എടുത്ത് കൊടുക്കും. അപ്പോൾ അത് ശരിയാവത്തില്ല. അപ്പോൾ കുറച്ച് ഉപയോഗിക്കാത്ത കുറച്ച് പാത്രങ്ങൾ നമ്മുടെ ഷേഡിന് മേളിൽ കിടപ്പുണ്ട്, അത് എടുക്കാമെന്ന് പറയും. അങ്ങനെ ഇവരെല്ലാവരും കൂടി പോയി ലോഡി സ്ലാബിൻ്റെ മേളിൽ കുറച്ച് പാത്രങ്ങൾ കിടപ്പുണ്ട്. അങ്ങനെ ലോഡി സ്ലാബിൻ്റെ മുകളിൽ നിന്ന് ഉപയോഗിക്കാത്ത കുറച്ച് പാത്രങ്ങളും ചാക്കോട്ടൊക്കെ എടുത്തുകൊണ്ട് വരും. അതെടുത്തുകൊണ്ട് വന്ന് നോക്കുന്ന സമയത്ത് അതിനകത്ത് കുറേ പാത്രങ്ങളും കുറേ പഴയ ഫോട്ടോസുകളും ഒക്കെ കാണുന്നുണ്ട്. നികേഷ് ഭയങ്കര ക്യൂരിയോസിറ്റിയോടുകൂടി ഫോട്ടോസൊക്കെ എടുക്കുകയാണ്. അതിനകത്ത് അമ്മ അച്ഛൻ ആയിട്ട് നിൽക്കുന്ന ഫോട്ടോസ്, എല്ലാവരുടെയും ചെറുപ്പകാലത്തെ ഫോട്ടോസൊക്കെ കാണും. ഇതൊക്കെ കാണുമ്പോൾ നികേഷിന് വലിയ സന്തോഷവും. എല്ലാവരെയും അമ്മ എടുത്തുകൊണ്ട് നിൽക്കുന്ന ഫോട്ടോയുണ്ട്, നികേഷിനെ മാത്രം എടുത്തുകൊണ്ട് നിൽക്കുന്ന ഫോട്ടോ കാണത്തില്ല. അപ്പോൾ സുഭാഷിന് ചോദിക്കും, എന്താ സുഭാഷ് ചേട്ടാ എന്നെ മാത്രം അമ്മ എടുത്തുകൊണ്ട് നിൽക്കുന്ന ഫോട്ടോ ഇല്ലാത്തതെന്ന് ചോദിക്കും. ഭാസ്കരൻ അങ്ങോട്ട് വരും. ഭാസ്കരൻ പറയും, കണ്ടോടാ എൻ്റെ ചെറുപ്പത്തിലെ ഫോട്ടോ ആണ്, എന്ത് ഭംഗിയുണ്ട്, എന്ത് ഗ്ലാമറാണ് ഞാൻ എന്നൊക്കെ പറയും. അങ്ങനെ എല്ലാവരും കൂടി ഫോട്ടോയെക്കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നിടത്താണ് നമ്മുടെ നാളത്തെ കഥ അവസാനിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും കഥ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യണേ. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. നന്ദി.